പ്രിയരെ, ഈയിടെ പാലായിൽ നടത്തപ്പെട്ട സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവர்களுടെ ചില അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. കാലാനുസൃതമായ വിശ്വാസ ജീവിതവും സേവനങ്ങളും സീറോ മലബാർ സഭയിൽ എന്ന വിഷയത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, സൗമ്യമായ ഒരു ക്രിസ്തീയ സമൂഹത്തെ വളർത്തിയെടുത്ത സഭ പക്ഷേ സഭയിലെ യുവജനങ്ങളുടെ വിദേശത്തേക്കുള്ള കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ചും അതിൻ്റെ ഫലമായി കേരളത്തിലെ കത്തോലിക്ക ജനവിഭാഗം ശോഷിച്ചു വരുന്നതും വയസ്സായവർ മാത്രം ജീവിക്കുന്ന അനേകം വീടുകളും ഭൂമിയും അനാഥമാകുന്ന ഒരു സ്ഥിതി വന്നു ചേരുകയാണ് എന്നും അഭിപ്രായപ്പെട്ടു. മനുഷ്യരുടെ പെരുമാറ്റം ഇല്ലാതാകുമ്പോൾ അവിടം കുരങ്ങന്മാരും വന്യജീവികളും കയ്യേറുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ സഭ ഇക്കാര്യത്തിൽ സത്വര ശ്രദ്ധ പതിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ അവസാനം പറഞ്ഞ കാര്യം വളരെ നടുക്കത്തോടെയാണ് ഞാൻ കേട്ടത്. കാരണം ഇപ്പോൾ തന്നെ സകലമാന പിരിവ് ചൂഷണം കൊണ്ടും വലഞ്ഞിരിക്കുകയാണ് വിശ്വാസികൾ. അപ്പോൾ പുതിയൊരു കച്ചവട സാധ്യത മെത്രാന്മാരുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. പുതിയ തലമുറകൾ വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ അനാഥമാകുന്ന കേരളത്തിലെ സ്വത്തുക്കൾ സഭയെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും സ്വർഗം ലഭിക്കും. അല്ലെങ്കിൽ സഭയിലെ ആത്മായ പ്രമുഖരുടെ പേരുകളുടെ കൂട്ടത്തിൽ നിങ്ങളും വെള്ളിത്തൂലികയിലോ തങ്കത്തൂലികയിലോ പ്രത്യക്ഷപ്പെടാം. ഒന്നുമല്ലെങ്കിലും വിദേശത്ത് നിന്നും നാട്ടിൽ വിവാഹത്തിന് വരുന്നവർക്ക് കുറി കിട്ടുവാൻ ഒരു പക്ഷേ വെറുതെ കിടക്കുന്ന അനാഥ ഭൂമി സഭയ്ക്ക് കൈമാറുക എന്നതും ഒരു നിബന്ധനയായി വന്നേക്കാം. സ്നേഹിതരെ, ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈയിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് ഇന്ത്യയിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടത്. കേന്ദ്ര വഖഫ് ബോർഡും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അടക്കം 30ഓളം വഖഫ് ബോർഡുകളുടെ കൈവശം 9 ലക്ഷം ഏക്കറോളം ഭൂസ്വത്തുണ്ടെന്നും അവയെല്ലാം കൂടുമ്പോൾ ഇന്ത്യയിലെ 3ാമത്തെ ഭൂവുടമയാണ് വഖഫ് ബോർഡെന്നും വിലയിരുത്തപ്പെട്ടു. ഇവയെല്ലാം ഭരിക്കുന്നത് 200ഓളം വരുന്ന വഖഫ് കമ്മിറ്റി അംഗങ്ങളാണെന്നും വർഷം തോറും ഏകദേശം 20,000 കോടി വരുമാനം ഉണ്ടാകേണ്ടിയിടത്ത് 200 കോടിയിൽ താഴെയാണ് കണക്ക് കൊടുക്കുന്നതെന്നുമായിരുന്നു വിവാദം. ഉടൻ മറ്റൊരു വലിയ വാദം ഉയർന്നു വന്നു. വഖഫിനേക്കാൾ വലിയ ഇന്ത്യയിലെ സർക്കാർ ഭൂമി കഴിഞ്ഞാൽ 2ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമ ഭാരതത്തിലെ ക്രൈസ്തവ സഭകളാണെന്ന്. ഏതാണ്ട് വഖഫ് ബോർഡിൻ്റെ കൈവശമുള്ളതിനേക്കാൾ ഇരട്ടി ഭൂമി സഭകളുടെ പക്കലുണ്ടത്രേ. മുഖ്യമായും 3 മാർഗങ്ങളിലൂടെയാണ് സഭകൾക്ക് ഈ സ്വത്ത് കൈവന്നത്. 1. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലത്ത് സഭകൾക്ക് കൈമാറിയത്. 2. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ മിഷണറിമാർക്ക് നൽകിയത്. 3. വിശ്വാസികൾ ദാനമായും അവരിൽ നിന്നും പിരിവെടുത്ത് സമ്പാദിച്ച സ്വത്തുക്കളും സ്ഥാപനങ്ങളും. ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ മക്കളാണിന്ന് നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ വിദേശത്ത് ചേക്കേറുന്നത്. ഇനി അവരുടെ ഭൂമിയും സ്വത്തുക്കളും സഭയുടെ കൈവശം വന്നു ചേരുകയോ? സ്വത്തെല്ലാം സഭകൾക്കും വിശ്വാസികൾക്കും മോക്ഷവും. നല്ല മുദ്രാവാക്യമല്ലേ? ഈയിടെ സീറോ മലബാർ സിനഡിൽ കേട്ട ഒന്നാണ്, ആഗോള സഭയിൽ ഏറ്റവും കൂടുതൽ ദൈവവിളി സീറോ മലബാറിൽ നിന്നാണത്രേ. കാരണം ഇത്രമാത്രം അളവറ്റ സ്വത്ത് കൈവശമുള്ള സഭയിലേക്ക് വലിയ അധ്വാനമില്ലാതെ കയറിക്കൂടുവാൻ ആരെങ്കിലും തുനിഞ്ഞാൽ തെറ്റു പറയാൻ കഴിയുമോ? മറ്റൊന്ന്, ദൈവവിളി ചില കുടുംബങ്ങളിൽ വളരെ കൂടുതലാണെന്നതാണ്. കാരണം ദൈവാനുഗ്രഹം എന്ന് പുറമേ പറയുമെങ്കിലും എളുപ്പത്തിൽ ജീവിതം ഭദ്രമാക്കുവാൻ സഭയിലെ പൗരോഹിത്യ സന്യാസത്തിൽ കയറിക്കൂടുക എന്നതാണ് എളുപ്പവഴി. 9 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കർദിനാൾ ആലഞ്ചേരിയും 10 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വന്ന മേജർ ആർച്ച് ബിഷപ്പുമായതിന് ഉദാഹരണങ്ങളാണ്. ഇവരെ കൂടാതെ എത്ര പേർ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി എന്ന സഭാ മാനേജർ തസ്തികയിലേക്ക് എളുപ്പവഴി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ വിശദീകരിക്കട്ടെ. മേൽപ്പറഞ്ഞ സഭാ സ്വത്തുക്കൾക്ക് പുറമെയാണ് വിദേശത്ത് നിന്നും വരുന്ന സഹായങ്ങൾ. ഇടവകകൾ തുടങ്ങി അരമനകൾ വരെ എവിടെയെങ്കിലും നാട്ടിലെ സ്വത്തിൻ്റെയും വിദേശ പണത്തിൻ്റെയും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സുതാര്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടോ? സഭയുടെ മേൽപ്പറഞ്ഞ സമ്പത്ത് നീതിപൂർവം വിശ്വാസികൾക്ക് കൂടി പ്രയോജനപ്പെടും വിധം വിനിയോഗിച്ചിരുന്നുവെങ്കിൽ
അതിനു പറ്റിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തിയിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നാട് വിടേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ എൻ്റെ പേരിലുള്ള ഭൂമി പണം വാങ്ങിയും വാങ്ങാതെയും വിൽക്കുവാൻ തനിക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന ഒരു കർദിനാളിൻ്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. സഭയിലെ സമുന്നത നേതൃത്വം ഇപ്രകാരമാണ് നിലപാടെടുക്കുന്നതെങ്കിൽ താഴെ ഇടവകകളിൽ എന്ത് സംഭവിക്കുമെന്നും നമുക്കറിയാം. പൗരോഹിത്യം ഇന്നൊരു മാനേജർ തസ്തികയായി മാറിയിരിക്കുന്നു. വിളവേറെ കൊയ്ത്തുകാരോ വിരളം എന്ന സുവിശേഷവാക്യം തെറ്റായി ധരിച്ച് ഭരിക്കുവാനും അടിച്ചൊതുക്കുവാനുമുള്ള ഒരു അവസരമായി മാറിയിരിക്കുന്നു അത്. ഇങ്ങനെ സഭയിലെ മാനേജർമാരുടെ അവിഹിത സമ്പാദനത്തിൻ്റെ ഗുണഭോക്താക്കൾ എക്കാലവും അരമന സംരക്ഷകരായി അവതരിക്കാറുണ്ട്. അത്തരക്കാർ പാലാ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചിട്ട് ഇന്നിപ്പോൾ MTNSഉം CNA എന്ന പേരിലൊക്കെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലും വിളയാടുന്നു എന്നതാണ് സത്യം. ഇവിടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളില്ലാത്ത സാധാരണ വിശ്വാസികൾ ഉണരേണ്ടിയിരിക്കുന്നു, അഥവാ അവർ ഉണർന്നു കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് സീറോ മലബാർ പള്ളിയോഗമെന്ന പാലാ അസംബ്ലിയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിനിധികൾ വാക്കൗട്ട് നടത്തി പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന ക്രിമിനൽ കേസ്. ആ കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണം, തനിക്ക് എങ്ങനെയും സഭയുടെ ഭൂമി വിൽക്കുവാൻ അധികാരമുണ്ടെന്ന് കർദിനാൾ കോടതിയിൽ കാനോൻ നിയമത്തിൻ്റെ ബലത്തിൽ വാദിച്ചപ്പോൾ കേരള ഹൈക്കോടതി ഇങ്ങനെ വിധിച്ചു: എറണാകുളം അങ്കമാലി ആർക്ക് ഡയോസിസ് ഈസ് ദ ജുറിഡിക്കൽ പേഴ്സൺ, നോട്ട് ദ ആർച്ച് ബിഷപ്പ്. He only represents that the Archbishop only represents the Archdiocese. ഇന്ത്യയിലെ നിയമത്തിനു മുന്നിൽ തങ്ങൾ മെത്രാന്മാർ ഒരു ഇടവകയിലെ കൈക്കാരനെ പോലെ സഭാ സ്വത്തുക്കളുടെ കൈക്കാരൻ മാത്രമാണെന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ മെത്രാന്മാരുടെ ഉറക്കം കെടുത്തുന്നു. പണ്ട് വിറ്റതും ഇനി വിൽക്കാനിരിക്കുന്നതുമായ വലിയ സ്വത്തുക്കൾ അവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇങ്ങനൊരു സാധ്യതയിലേക്ക് ജോഷി വർഗീസിനെ പോലെയുള്ള സാധാരണ വിശ്വാസികൾക്ക് അവസരമൊരുക്കി കൊടുത്ത എറണാകുളത്തെ ഭൂമികളവിന് നേതൃത്വം കൊടുത്ത കർദിനാളിനെ എത്ര ആദരിച്ചാലും മതിവരില്ല. മാത്രവുമല്ല, ലോകമെമ്പാടുമുള്ള സീറോ മലബാർ ഐക്യ കുർബാനകളിൽ സഭയിൽ മാറ്റത്തിന് കാരണമായ മാർ ഭൂമികളനെ സ്മരിക്കേണ്ടതാണ് നിത്യവും. നന്ദി.